ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഞാൻ സെൽഫ് ലവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് ഡയറക്റ്റ് ചോദിച്ചൊരു കാര്യമാണ്, ഈ കണ്ണാടിയിലൊക്കെ നിന്ന് പറയുന്നത് എങ്ങനെയെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിന് ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കൊടുത്ത പേര്, അതിന് ഞാൻ കൊടുത്തിരുന്ന പേര് കണ്ണാടിയിൽ നോക്കാമെന്നായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു 3-4 കാര്യങ്ങൾ മാത്രമല്ല, ഞാൻ സ്വയമേ എഴുതിയൊരു 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? എൻ്റെ വീഡിയോ കാണുന്നവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ദയവായി കൊടുക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓൾറെഡി കണ്ണാടി നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷായി അതിന് ടൈം നമുക്ക് രാവിലെ ഒരു ടൈം കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുക, എന്നിട്ട് നമ്മൾ തന്നെ സ്വയം ഒന്ന് നോക്കുക, ഒന്ന് സ്മൈൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. എന്നിട്ട് ഞാൻ പേഴ്സണലി എഴുതി വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ പറയുന്നത്, ഞാൻ വളരെ ഭാഗ്യവാനാണ്. ഐ ആം സോ ലക്കി ബിക്കോസ് നമുക്ക് ദൈവമായിട്ട് കണ്ണ് തന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്തെ, നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട്, എല്ലാം. അതുകൊണ്ട് ഞാൻ വളരെയധികം ലക്കിയസ്റ്റ് മാനാണ്. അതാണ് ഒന്നാമത്, ഞാൻ ഭാഗ്യവാനാണ്. രണ്ടാമത് പറയുന്നത്, ഐ ആം സോ ഗ്ലാമറസ്, ഞാൻ വളരെ സുന്ദരനാണ്. ഒക്കെ എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാട് കാണും. ഇപ്പം ഇൻ കേസ് കറുത്തോ വെളുത്തോ എന്നൊരു വിഷയമേ അല്ല. നമ്മൾ സ്വയം നമ്മുടെ സുന്ദരനാണ്, സുന്ദരികളാണ് നമുക്ക് സ്വയം പറയാം, അല്ലേ? നമ്മൾ സ്വയം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സുന്ദരനാണ്, എന്നെ കാണാൻ ഭയങ്കര ഗ്ലാമറാണ്. അടുത്ത് ഞാൻ പറയാമെന്ന് വെച്ചാൽ, എന്നെ കാണാൻ അടിപൊളിയാണ്. അത് ഗ്ലാമർ പോലെ തന്നെ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഡ്രസ്സിങ്ങിലായാലും അതുപോലെ ലുക്ക് വൈസ് ആയാലും ഐ എം സൂപ്പർ, ഞാൻ വളരെ അടിപൊളിയാണ്. നെക്സ്റ്റ്, ഐ ആം സോ ഹാപ്പി ടുഡേ, ഞാൻ വളരെ സന്തോഷവാനാണെന്ന്. ബിക്കോസ് ഇന്നത്തെ ദിവസം എങ്ങനെയും നമുക്കറിയില്ല, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇന്നത്തെ ദിവസം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ജീവിതത്തിന് വേണ്ടി, അല്ലാതെ ഇന്നിപ്പോൾ ദിവസമുണ്ട്, ഇനിയിപ്പോൾ പോയിട്ട് എന്ത് സംഭവിക്കാൻ, അങ്ങനെ വറി ചെയ്തൊരിക്കലും ഇരിക്കരുത്. ഇന്നത്തെ ദിവസത്തിനെ പറ്റി നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കണം. എൻ്റെ ദിവസം ഇന്ന് സ്റ്റാർട്ടാവുകയാണ്, അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്ന് നമ്മൾ സ്വയം പറയുക. അപ്പോൾ കിട്ടുന്നൊരു ത്രില്ലുണ്ടല്ലോ, അതൊക്കെ മേലെയാണ്. അടുത്ത് പറയുന്നത്, ഞാനിന്ന് വളരെ പ്രൊഡക്റ്റീവായിരിക്കും. ബിക്കോസ് ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോൾ ജോബിന് പോകുന്നവരായിരിക്കാം. ഓക്കെ, പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്നത്തെ ദിവസത്തെ ഓരോ ടൈമും അല്ലെങ്കിൽ ഓരോ ഇൻ്റർവെൽസിലും ഞാൻ വളരെ യൂസ്ഫുള്ളായിട്ട് അത് യൂസ് ചെയ്യും. ഒന്ന് ഞാൻ പാഴാക്കി കളയില്ല, എൻ്റെ സമയം ഞാൻ വളരെ നന്നായിട്ട് ഉപയോഗിക്കും. എനിക്ക് വരുന്ന ഓരോ ടാസ്ക്കും ഞാൻ വളരെ എന്താ പറയാൻ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്ത് അതിന് മെച്ചപ്പെട്ട റിസൾട്ട് എനിക്ക് കൊടുക്കാൻ കഴിയും. അതൊക്കെയാണ് തോന്നുന്നത് പ്രൊഡക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ്. ഇന്നത്തെ ദിവസം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെ, ഞാൻ മുൻപ് ചിന്തിച്ചിരുന്നത് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ, ഇന്നത്തെ ദിവസം ഇനി ചെല്ലുമ്പോൾ എന്താവും, ഓഫീസിലെ കാര്യങ്ങൾ എന്താവും, ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻസ് എന്താവും, അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഇന്നത്തെ ദിവസം വേക്കപ്പ് ആവുന്നത് തൊട്ട് നമുക്ക് അങ്ങനെ ആവണം നമ്മുടെ ജീവിതത്തിൽ. ബിക്കോസ് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വേണം. ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയാവും, അതിനെപ്പറ്റി ആലോചിച്ച് നമ്മളൊരു ഹാപ്പി ആവണം ഇന്നത്തെ ദിവസം. അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ്. അതായത് എനിക്കിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് എൻ്റെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് തന്നെ മാറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ മനസ്സിൽ കാണണം. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിന്ന് എല്ലാ തരത്തിലും കൂടുതൽ മെച്ചപ്പെടും. ഓക്കെ, എല്ലാ തരത്തിലും ഞാനിന്ന് മെച്ചപ്പെടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇന്നലെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ഒരു 0.5 സംതിങ് ബെറ്ററായിട്ട് ഞാൻ ഇന്ന് ചെയ്താൽ അതെൻ്റെ അച്ചീവ്മെൻറ്റ് തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നതിനേക്കാളും കുറച്ച് നന്നായിട്ട് ഇന്ന് അതിനെ കുറച്ചൊരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ ഒരു മികച്ചതായിട്ടുള്ള അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വളർന്നുകൊണ്ടിരിക്കുകയെന്ന് ശരീരം വയസ്സായാലും നമ്മുടെ മെൻ്റലി ആയാലും അറിവിനാലായാലും.
അപ്പോൾ ഇപ്പോൾ അറിവിനാലായാലും എന്ന് പറഞ്ഞാൽ മെൻ്റലി ആയാലും നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അത് ചെയ്യാൻ റെഡി ആവണം. പുതിയ പുതിയ ബുക്കുകൾ വായിക്കുക, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോവുക, പിന്നെ പുതിയ ആൾക്കാരുമായി ഇൻട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിനും ആവശ്യമായിട്ടുള്ള ഫീഡ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ഒരു അറിവിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ പല പല മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടുത്തെ അറിവുകൾ നമ്മൾ മനസ്സിലാക്കാനും തയ്യാറാവുക. അപ്പോൾ ഇന്നത്തെ ഞാൻ ആയിരിക്കില്ല 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഞാൻ. ഇന്നത്തെ അറിവ്, ഒരു കുറച്ച് അറിവുള്ളൊരു വ്യക്തി വീണ്ടും അത് പഠിക്കാൻ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുമ്പോൾ പിന്നെ കാണുന്ന വ്യക്തി കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ബിക്കോസ് ഞാനൊരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട്. അതെൻ്റെ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, അല്ലാത്ത കാര്യങ്ങൾ. എനിക്ക് എൻ്റെ ഹോബീസിനെ പറ്റി കൂടുതൽ എനിക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാനും ഗാർഡനിങ്ങും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാൻ എന്നും ഒരേ സ്റ്റിച്ച് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതൽ യൂട്യൂബിൽ നോക്കിയിട്ടായാലും ബാക്കി ബുക്കുകൾ നോക്കിയിട്ടായാലും, ബുക്കുകൾ അതിനേക്കാളും യൂട്യൂബ് നോക്കി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പുതിയ പുതിയ സ്റ്റിച്ചിങ് രീതികൾ പഠിക്കുക, പുതിയ പുതിയ ഡിസൈൻസ് പഠിക്കുക, അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അറിവിനാലും വളരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഫിസിക്കലി ആയാലും വളരുന്നുണ്ട്. എല്ലാ തരത്തിലും നമുക്ക് എന്ത് ചെയ്യുന്ന ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റഡ്, അതായത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. യെസ്, സത്യമല്ല, ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സത്യമാണ്. ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ അല്ലേ. ബിക്കോസ് നമുക്ക് ഒരു ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു ബോഡിയുണ്ട്, അസുഖമില്ലാത്തൊരു ശരീരമുണ്ട്, നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നന്നായി കാണാൻ കഴിയുന്നുണ്ട്, 2 കാലുകൾ ഉപയോഗിച്ച് നടക്കാൻ കഴിയുന്നുണ്ട്, ഓടാൻ കഴിയുന്നുണ്ട്, സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ എഴുതാനും പഠിക്കാനും പറ്റുന്നുണ്ട്, നമ്മുടെ ഹോബീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പുതിയ ആൾക്കാരുമായി മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളായിരിക്കണം, കടപ്പെട്ടവനായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവശക്തിക്ക് നമ്മൾ താങ്ക്ഫുള്ളായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഭയങ്കരമായിട്ടൊന്ന് ഫീൽ ചെയ്ത് നമ്മൾ മനസ്സിൽ തൊടുന്ന രീതിയിൽ ഒന്ന് ചെറു സ്മൈലോ ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലെങ്കിൽ സ്മൈലായിട്ട് ഒന്ന് കണ്ണാടിയിൽ നിന്ന് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ എന്തോ ഒന്ന് ബോഡിയിൽ കയറിയതുപോലെ ഒരു ഫീല് നമുക്ക് വരും. നമുക്ക് ആ ഒരു നെഗറ്റീവ് അപ്രോച്ചൊക്കെ മാറി ആ ദിവസം ഭയങ്കര ഒരു പോസിറ്റീവും പ്രൊഡക്റ്റീവും ആയിട്ടിരിക്കും. നമ്മുടെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പലരും ഇതിനെ നിസ്സാരവൽക്കരിച്ച് കളയാറുണ്ട്. ഞാനിത് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം, ഈ വീഡിയോസൊക്കെ ഇടുന്നതിന് മുന്നേ. അപ്പോഴും പലരും പറഞ്ഞു, ഇതൊക്കെ നീ വെറുതെ, നിൻ്റെ ഇഷ്ടമല്ല, ഞങ്ങളുടെ അങ്ങനെ അല്ലല്ലോ. ഓക്കെ, പലരും ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്ത റിസൾട്ട് കിട്ടുമ്പോഴാണ് പലവരോടും നമ്മളിങ്ങനെ പറയുന്നത്. പക്ഷെ ചിലത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്, ചിലത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് കിട്ടുന്ന റിസൾട്ട് ഭയങ്കര വലുതാണ്. അത് ഞാൻ ഉറപ്പ് തരുന്നു, ഭയങ്കര വലുതാണ്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈസ് എ ബിഗ് വൺ. അതൊരിക്കലും പറയാൻ പറ്റാത്ത, ഒരിക്കലും ഒഴിവാക്കാൻ മീൻസ് നമുക്ക് അന്നൊരു, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് ഭയങ്കര ഒരു ബിഗ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, എന്തായാലും സെൽഫ് ലവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായവും കമൻറ്റും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.